ലോകത്ത് എവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുകയാണ്. ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഡർമാർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇവർ വിപ്ലവകാരികളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി വിപ്ലവകാരികളാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരിപാടി വേണമെന്ന് തീരുമാനിച്ചു. ഈ അബൂ ചാത്തുക്കുട്ടി മരണത്തിനിടയാക്കിയ സംഭവം എന്താ? വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന ചിന്തകന്മാർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണത്തേക്കാൾ ഏറെ കേരളത്തിന് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇതുവരെ അവർ ചെയ്തു കൂട്ടിയത് ബുദ്ധിജീവികളെ സ്വാധീനിച്ച് ഇവിടുത്തെ വളരുന്ന ഹിന്ദുത്വ പ്രസ്ഥാനത്തെ മലിനപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ്. ആ രംഗത്ത് അവർക്ക് കുറച്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷ് അനുകൂലമായി പ്രവർത്തിച്ച് വിപ്ലവകാരികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതിൻ്റെ പഴി മാറ്റാൻ വേണ്ടി ഞങ്ങൾ വിപ്ലവകാരികളാണെന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിയ വേഷമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ തൽക്കാലം നേടിയ വിജയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ക്വിറ്റ് ഇന്ത്യ സമരം ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ തകർത്ത് കളഞ്ഞ രീതിയിൽ, അതായത് വലിയ എതിർപ്പുണ്ടായ രീതിയിൽ ആദ്യം ജനകീയ യുദ്ധം, പിന്നെ സാമ്രാജ്യത്വ യുദ്ധം, അങ്ങനെ സാമ്രാജ്യ യുദ്ധം, പിന്നെ ജനകീയ യുദ്ധം, അങ്ങനെ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിലേക്ക് ഇവർ മാറിയിരുന്നു. അന്ന് കേരളത്തിലൊക്കെ വലിയ എതിർപ്പുണ്ടായി. മുക്കാലി സംഭവമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എന്താണ് സാറിന് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ കാലഘട്ടം കേരളത്തിലെ പല പിന്നീടുള്ള സംഭവങ്ങൾക്കും വഴി തെളിയിച്ചു എന്നുള്ളതാണ് സത്യം. ഒന്നാമതൊരു റെവല്യൂഷണറീസ് എന്നുള്ള നിലക്ക്, ഏറ്റവും അഡ്വാൻസ്ഡ് റെവല്യൂഷണറീസ് എന്നുള്ള നിലക്ക്, ഗാന്ധിസത്തേക്കാൾ നല്ല ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക് ബുദ്ധിജീവികളെ ആകർഷിച്ച ഒരു കാര്യമാണ് കമ്മ്യൂണിസം ആ കാലത്ത്, 1939 മുമ്പ്. അപ്പോൾ രണ്ടാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ഇവർ ഉന്നയിച്ചിരുന്ന മുദ്രാവാക്യം തന്നെ ഈ സിറ്റുവേഷൻ, കാരണം കമ്മ്യൂണിസം പല സ്ഥലത്തും വിപ്ലവം നടത്തിയിട്ടുള്ളത് യുദ്ധസമയത്താണ്, അതുകൊണ്ട് ഈ സമയം വിപ്ലവ മുന്നേറ്റത്തിനായി ഉപയോഗിക്കണമെന്നാണ്. അങ്ങനെയാണ് പിന്നെ 1940 സെപ്റ്റംബർ 15 വലിയ ലഹള ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 15 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്ന സംഭവം. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും അറിയില്ല. ഈ സംഭവം മൊറാഴയിൽ വെച്ചിട്ട് കുട്ടിക്കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ മരിച്ചു. ഈ തലശ്ശേരിയിൽ വെച്ച് അബൂ ചാത്തുക്കുട്ടി എന്ന് 2 വിപ്ലവകാരികളാണ് മരിച്ചത്, കോൺഗ്രസ് പ്രവർത്തകന്മാർ. ഈ അബൂ ചാത്തുക്കുട്ടി മരണത്തിനിടയാക്കിയ സംഭവം എന്താ? തലശ്ശേരി ജവഹർ നഗർ എന്ന് പറഞ്ഞ അടുത്ത കടപ്പുറം, അതിനാണ് ജവഹർ നഗർ എന്നാണ് പേരിട്ടത്. ആ കടപ്പുറത്ത് വെച്ചിട്ട് അവർ ഒരു യോഗം കൂടിയിരുന്നു. ഇന്ത്യക്ക് അടുത്ത കാലത്തൊന്നും സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് ബ്രിട്ടൻ പാർലമെൻറ്റിൽ ഇന്ത്യ സെക്രട്ടറി പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെ പ്രതിഷേധിക്കാൻ AICCയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു. AICC അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു സമാധാനപരമായിട്ട് നടത്താൻ പറ്റൂ, നിരോധിക്കാൻ പങ്കെടുക്കരുത്. അത് ഗവൺമെൻറ് നിരോധിച്ചപ്പോൾ അത് ആ പ്രതിഷേധ ദിനത്തിന് പകരം അത് വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള സമരമാക്കി മാറ്റി. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ഗൈസ് ചെയ്തിട്ട് ഈ പരിപാടി അവർ നടത്തി, നിരോധനം ഉണ്ടായിരുന്നിട്ട് പോലും. നടത്തിയപ്പോൾ കോൺഗ്രസ് പരിപാടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് പരിപാടിയിൽ ആരും അക്രമം നടത്തില്ല. അതുകൊണ്ട് പോലീസുകാർ വളരെ കുറച്ചേ പോയിരുന്നുള്ളൂ ഈ പിന്നെ സത്യാഗ്രഹത്തെ നേരിടാൻ. ഈ ഒരു പോലീസുകാരൻ ചത്ത മൊറാഴയിൽ വാസ്തവത്തിൽ 6 പോലീസുകാരേ ഉണ്ടായിരുന്നുള്ളൂ. തലശ്ശേരി 28 പോലീസുകാരുണ്ടായിരുന്നു. ഈ 28 പോലീസുകാരൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ സംഘമാണ്. എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ പറഞ്ഞത്, ഈ പ്രകടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ കൊടി കൊണ്ടുപോയി പൊടിയിൽ കുഴിച്ചിട്ടിരുന്നു. പൊടിയെന്ന് വെച്ചാൽ കൊടിയല്ല, അടിയാണ്, വടിക്കാനുള്ള വടി, പിന്നെ എറിയാനുള്ള കല്ലും ശേഖരിച്ച് വെച്ചിരുന്നു പൊടിയുടെ അടിയിൽ, കരിങ്കൽ ചില്ലുകൾ. അപ്പോൾ പ്രകടനം നടത്തിയപ്പോൾ വടിയോണ്ടുള്ള അടിയും തിരിച്ച് പോലീസുകാർക്ക് കിട്ടും, പിന്നെ കല്ലിൽ കയറും. അപ്പോൾ പോലീസുകാർക്ക് വെടിവെക്കാതെ നിർത്തിയില്ല, തോന്നുന്നു. വെടിവെച്ചിട്ട് 2 ആൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ മൊറാഴയിൽ പിന്നെ വിഷ്ണുഭാരതി എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്, അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹം പിന്നെ 6 പോലീസുകാർ വന്നു. അപ്പോൾ ലാത്തി ചാർജ് തുടങ്ങിയപ്പോൾ എല്ലാവരോടും അടികൊള്ളാൻ വേണ്ടിയിട്ട് താഴെ കിടക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആരും കിടന്നില്ല, എല്ലാവരും എറിയാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ഈ വടിയാണ് ഉണ്ടായിരുന്നത്. ഈ അടിയും വടിയും ഏറും തുടങ്ങി. 2-3 ഏറ് വിഷ്ണുഭാരതിനും കിട്ടി. അപ്പോൾ അദ്ദേഹം ഓടി സ്ഥലം വിട്ടു. അപ്പോൾ പിന്നീട് 6 പോലീസുകാർ പിന്നെ എറിയേറ്റിട്ട് ഓടിപ്പോയി. ഒരു പോലീസുകാരന് ഓടാൻ പറ്റിയില്ല, അവൻ കള്ളുപിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാളവിടെ വീണ് ചത്തു.
ഏറുകൊണ്ട് ചാവാത്ത അയാളെ ചെന്നൊരു ഇരുമ്പ് ചട്ടുകം കൊണ്ട് അടിച്ചിട്ടാണ് കൊന്നത്. അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ വയലൻസ് ഇപ്പോൾ ഈ യുദ്ധകാലത്ത് അത് ബ്രിട്ടനെതിരായിട്ടുള്ള തീക്ഷ്ണമായ സമരം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ്. ഈ തീക്ഷ്ണമായ സമരമെല്ലാം നടന്നത്, മറിച്ച് നടന്നത് പിന്നെ തീക്ഷ്ണമായ സമരം തന്നെ 40 നടന്നല്ലോ. നടന്ന് 41 റഷ്യ ആക്രമിച്ചതോടുകൂടി സംഗതിയാകെ മാറി. 41 സെപ്റ്റംബറിൽ മറ്റാണ് റഷ്യ ആക്രമിക്കുന്നത്, പിന്നെ ഹിറ്റ്ലർ. അത് 41 ഈ സംഭവത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കയ്യൂർ നടക്കുന്നത് പോലീസുകാരനെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അത് കൊല്ലണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് കൊല്ലുമെന്ന് കേക്കാൻ കുറിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ സമരവേലിയേറ്റം നടത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയും അത് കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ബ്രിട്ടൻ പിന്നെ ഹിറ്റ്ലർ പിന്നെ റഷ്യ ആക്രമിച്ചത്. ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചപ്പോൾ ഇവർക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായി ഇരിക്കുന്ന സമയത്താണ് ഹാരി പോളിറ്റ് പറഞ്ഞത് ഇത് ജനകീയ യുദ്ധമാണെന്ന്. അതിൻ്റെ ഒരു കത്ത് പിന്നെ ബ്രിട്ടീഷ് രഹസ്യ പോലീസാണ് പിന്നെ ജയിലിൽ കിടക്കായിരുന്ന കമ്മ്യൂണിസ്റ്റ് പിന്നെ നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തത്. ഈ കത്ത് കണ്ടതോടുകൂടി അൺകണ്ടീഷണൽ സപ്പോർട്ട് ടു ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഹാരി പോളിറ്റിനെ പിന്നെ ഇയാൾ പിന്നെ PC ജോഷി അന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് മേധാവിനെ പോയി കാണുന്നത്, പലതരത്തിലുള്ള നിർദ്ദേശങ്ങളായിട്ടും ഐഡിയാസൊക്കെ ആയിട്ട്. ആ കാലത്ത് ഈ പറഞ്ഞ ഇവർ പ്രേരിപ്പിച്ച് കുഴപ്പത്തിനിറങ്ങിയിട്ടുള്ള കയ്യൂർ സഖാക്കൾ 4 പേരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അവരെ വിടുവിക്കാൻ പോലും ഇവർ ശ്രമിച്ചില്ല. കേസ് കൊടുത്തിരുന്നു, അതിൽ കവിഞ്ഞ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നില്ല, ഞങ്ങൾ സഹായിക്കേണ്ടെങ്കിൽ ഇവർ 4 പേരെ വിടണം, അതിൻ്റെ കണ്ടീഷൻസ് ഒന്നും വെച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം അവരെ പത്രത്തിൽ എഴുതിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ധീര സഖാക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്, മരിക്കുന്നവരുടെ കാര്യം നമുക്കെല്ലാം അറിയാം. അവർ ഏത് ബ്രിട്ടനെ പറഞ്ഞേക്കാനാണ് ഇവർ പിന്നെ ഈ പരിപാടി നടത്തിയത്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ബ്രിട്ടൻ ഏത് അനുകൂലിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവരും പല ഗ്രാൻറ്റും കൊടുത്തിരുന്നു ഇവർക്ക്. കാരണം എല്ലാ കോൺഗ്രസും മറ്റൊക്കെ പിന്നെ ബ്രിട്ടനെതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബ്രിട്ടൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ ഒരു കാര്യമൊന്നും ചെയ്തിരുന്നു, ഞങ്ങളെ റിക്രൂട്ട് ചെയ്തിട്ട് പട്ടാളത്തിലെടുത്തിട്ട് ഞങ്ങൾ സമരം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ബ്രിട്ടൻ വിശ്വസിച്ചിട്ടില്ല. അത് കാരണം ഇവരെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പല ആളുകളെയും ഇവർ പിടിച്ചു കൊടുത്തു. INA ഇന്ത്യൻ നാഷണൽ ആർമീൻ്റെ ആളുകളെയൊക്കെ പിടിച്ചു കൊടുത്തു. അങ്ങനെ പല ദുഷ്ടതയും ചെയ്തു. ഈ ദുഷ്ടതയെല്ലാം പിന്നെ അവരിപ്പോൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അത് പിന്നെ 1948 റിഫോമിസ്റ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണദിവയുടെ രേഖയിൽ ഈ 42 ചെയ്ത പാതകങ്ങളെ ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട്. അംഗകാലത്ത് മഹാപാതകങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന് വേറൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ കുറേ വിട്ടുപോകാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ഈ 42-45 കാലത്ത് വിപ്ലവകാരികളായിട്ട് എന്ന് കണക്കാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്നിരുന്ന വിട്ടുപോയത് ആരാന്നറിയാം നിങ്ങൾ? തൊഴിലാളികൾ. പല നെയ്ത്ത് തൊഴിലാളി സംഘങ്ങളും ഇവരുമായിട്ട് പിന്നെ വിട്ടു. വിദ്യാർത്ഥികൾ വിട്ടു. അധ്യാപകരിൽ ചിലർ ന്യൂട്രലടിച്ചു. വിടാതിരുന്നത് കൃഷിക്കാരാണ്. കൃഷിക്കാരെ വിടാതിരിക്കാൻ കാരണം കൃഷിക്കാരുടെ ഇടയിൽ ഇവർ പ്രവർത്തിച്ചിട്ട് കുറേ അവരുടെ അനുകൂലം നേടിയിരുന്നു. അത് കാരണം എന്ന് വെച്ചിട്ടാകുമ്പോൾ സമാധാനപരമായി CSPയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പിന്നെ സമാധാനപരമായി കൃഷിക്കാരുടെ വാരവും പാട്ടവും ഞാൻ പറഞ്ഞല്ലോ, വാരവും പാട്ടവും ഇപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ അത് 50 രൂപയ്ക്ക് കുറയ്ക്കുക, അധികം പിടിച്ചു പറിക്കുന്നത് നിർത്തുക, പിന്നെ അന്യായമായിട്ട് പിന്നെ അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ള പിന്നെ വാഴക്കൃഷി, മറ്റേ കുരുമുളക് ഇതെല്ലാം പറിച്ചു കൊണ്ടുപോകുന്നത് തടയാൻ കഴിയുക. ഇതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റും പിന്നെ കൃഷിക്കാരുടെ ഭാഗത്തായിരുന്നു, ജമ്മിയുടെ ഭാഗത്തല്ല. അനാവശ്യമായിട്ട് ഉപദ്രവിക്കരുത്. അതുകൊണ്ട് പല കേസിലും ഇവർക്ക് റിലീഫ് കിട്ടി. ഈ റിലീഫ് കിട്ടിയത് കാരണം വടക്കേ മലബാറിലെ കൃഷിക്കാർക്ക് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുമായി തീർന്ന ആളുകൾ ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ ഒരു മനോവികാരം ഉണ്ടായി. കൃഷിക്കാരുടെ ഇടയിൽ മനസ്സ് അത്ര പെട്ടെന്ന് മാറില്ല. അപ്പോൾ അവർ ഇവരോട് ലോയലായി തീർന്നു. അവരോടുള്ള അവരിൽ നിന്ന് വരുന്നതാണ് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഈ ബുദ്ധിജീവികളൊക്കെ അതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോയൽറ്റിയുടെ അടിസ്ഥാനം, പിന്നീട് ഉണ്ടാക്കിയ ലോയൽറ്റി മുഴുവൻ ഈ 34, 39, 40 ഘട്ടത്തിൽ 6 കൊല്ലക്കാലത്ത് ഉണ്ടാക്കിയ കൃഷിക്കാരുടെ ഇടയിൽ ലോയൽറ്റിയാണ്. പിന്നീട് പാർട്ടി അധികാരത്തിൽ നിയമവിധേയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കൃഷിക്കാരുടെ പ്രശ്നം അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ അത് രാജ്യത്തിന് ഗുണമൊന്നും ചെയ്തിട്ടില്ല. കാരണം
കൃഷിഭൂമി ഫൈനലി കൃഷിക്കാരാക്കിയിട്ട് 1970 നടപ്പാക്കിയപ്പോൾ പിന്നെ അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്. അത് നടപ്പിലാക്കിയപ്പോൾ കൃഷിഭൂമിയൊക്കെ ചിന്ന ഭിന്നമായി പോയി. നെൽകൃഷിയിൽ വലിയ തോതിൽ ഏതാണ്ട് 30% ഡിക്ലൈൻ ഉണ്ടായത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇടത്തരക്കാർക്ക് എംപവർമെൻറ്റ് സംഭവിച്ചു, തൊഴിലാളികളല്ല, ഇടത്തരക്കാർക്ക്. അപ്പോഴേക്ക് ഈ കൃഷിക്കാർ അധ്യാപകരോ മറ്റൊക്കെ ആയിരുന്നു. അവർക്കെല്ലാം 10 സെൻറ്റ് സ്ഥലം കിട്ടി, അവർ എംപവർമെൻറ്റ് വന്നു. ഈ വിഭാഗമാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഹാലോ കൊടുക്കുന്നത്. ഈ സമയത്ത് ഇവർ വിപ്ലവകാരികളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി വിപ്ലവകാരികളാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരിപാടി വേണമെന്ന് തീരുമാനിച്ചു. അത് 1945 ആഗസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. ആ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് 46 പുന്നപ്ര വയലാർ നടക്കുന്നത്. അനാവശ്യമായൊരു സമരം. കരിവെള്ളൂർ നടക്കുന്നതും ആ സംഭവത്തിൽ. അത് പുന്നപ്ര വയലാർ 2500-ലധികം ആളുകൾ മരിച്ചു. അവരാദ്യം എഴുതിയ പുസ്തകത്തിൽ 300 ആൾ മരിച്ചു എന്നാണ് പറഞ്ഞത്. EMS ആദ്യം 6000-ലധികം ആൾ മരിച്ചു എന്ന് പറഞ്ഞു പത്രത്തിൽ എഴുതി. പിറ്റേത്തെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് അത്രയൊന്നും ആൾ മരിച്ചിട്ടില്ല എന്ന്. സത്യത്തിൽ അത്രയും ആളുകൾ മരിച്ചൊന്നും നമുക്കതിനെക്കുറിച്ച് ഒരു രേഖയില്ല. കാരണം പുന്നപ്രയിലും വയലാറിലും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഡെയിലി റിപ്പോർട്ടുണ്ട്. ദിവാന് കൊടുത്തിരുന്നത്, പോലീസാണ് കൊടുത്തിരുന്നത്. ഈ ഡെയിലി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്നത്തെ റിപ്പോർട്ടിൽ ഇന്നലത്തെ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാവും. ഈ പുന്നപ്രയിലും വയലാറിലും നടക്കുന്ന സംഭവങ്ങളുടെ റിപ്പോർട്ട് മാത്രം ഇല്ലാത്തത്. അതിൽ കുറച്ച് മരിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്, വലിയ മരണത്തിൻ്റെ റിപ്പോർട്ടില്ല. ആ ഡെയിലി റിപ്പോർട്ട് ആരോ കളഞ്ഞു. എനിക്ക് ആർക്കീവ്സ് തുറന്നു തന്നിരുന്നു. അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല. ആർക്കീവ്സ് തുറന്നു തന്നിരുന്നു. സെക്രട്ടേറിയറ്റിലെ ആർക്കീവ്സ് എനിക്ക് വേണ്ടി തുറന്നു തന്നിരുന്നു. എനിക്ക് ഈ രേഖകൾ ഞാൻ പരിശോധിച്ചിരുന്നു. ആർക്കീവ്സ് കാണുന്നില്ല. ആ രേഖകൾ പരിശോധിച്ചിരുന്ന മറ്റൊരു ഗവേഷകൻ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്നില്ല എന്ന്. അപ്പോൾ ഈ രേഖകൾക്ക് നശിപ്പിച്ച ആളുകളുടെ എണ്ണം, കൊന്ന ആളുകളുടെ എണ്ണം മറച്ചു വെച്ചു. അത് നമുക്കറിയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രഹസ്യ പോലീസ് കോഴിക്കോട് ബ്യൂറോ വൈസ്രോയ്ക്ക് അയച്ച ഒരു കത്തിൽ 2000-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും അവരെ പെട്രോൾ ഒഴിച്ച് തീ വെച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമാണ് നമുക്കിപ്പോൾ ഉള്ള രേഖ. സത്യത്തിൽ അത്ര ആളുകൾ മരിച്ചു. ഇന്ത്യയെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷ് അനുകൂലമായി പ്രവർത്തിച്ച് വിപ്ലവകാരികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതിൻ്റെ പഴി മാറ്റാൻ വേണ്ടി ഞങ്ങൾ വിപ്ലവകാരികളാണെന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിയ വേഷമായിരുന്നു അത്. പുന്നപ്ര വയലാറും ഈ കരിവെള്ളൂറും. വാസ്തവത്തിൽ അതിൻ്റെ യാതൊരു കാര്യമില്ല. എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരണങ്ങളുണ്ട്. അതായത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവേശം കൊള്ളുന്ന 2-3 സംഭവങ്ങൾ, കയ്യൂർ സംഭവം സാറിപ്പോൾ പറഞ്ഞു, കരിവെള്ളൂർ, പുന്നപ്ര വയലാർ, ഈ 3 സംഭവങ്ങളിലും ഈ കയ്യൂർ സംഭവത്തിൽ ആദ്യം സാമ്രാജ്യത്വ യുദ്ധമായിരുന്ന സമയത്ത് ബ്രിട്ടനെതിരെ പോരാടി എന്ന് പറഞ്ഞിട്ട് ചെയ്ത സംഭവത്തിലാണല്ലോ ആ 4 പേര് തൂക്കിലേറ്റപ്പെട്ടത്. തൂക്കിലേറ്റപ്പെട്ട സമയത്ത് ഇവർ ബ്രിട്ടൻ്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് പുന്നപ്ര വയലാറും കരിവെള്ളൂരും. ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ ചെയ്ത് നിരവധി പേരെ കൊലക്കി കൊടുക്കുന്ന സംഭവങ്ങൾ മാത്രമാണ്. ഈ ട്രേഡ് യൂണിയനുകൾ, കൃഷിക്കാരൊരു വിപ്ലവ വർഗമല്ല. മാർക്സിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അത് വളരെ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ തൊഴിലാളി വർഗ വിപ്ലവത്തെക്കുറിച്ച് മാത്രമാണ്, കൃഷിക്കാരുടെ വിപ്ലവത്തെക്കുറിച്ചല്ല. കൃഷിക്കാരെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സെമി ബാർബേറിയൻസ് എന്നാണ്. സിവിലൈസേഷൻ്റെയും ബാർബേറിയൻസത്തിൻ്റെയും മധ്യത്തിൽ കിടക്കുന്ന ആളുകളെന്ന്. ഒരു പെസനെ സംബന്ധിച്ചോളം അയാൾ ഒരിക്കലും റവല്യൂഷണറി അല്ല. അയാൾക്ക് ഒരു 10 കോഴി ഉണ്ടാവും, 100 കോഴിയാക്കണം. 1 ഏക്കർ കൃഷി ഉണ്ടാവും, 2 ഏക്കർ ആക്കണം. 2 പശു ഉണ്ടാവും, 5 പശു ആക്കണം. ഇതിലൊക്കെയാണ് അയാളുടെ താല്പര്യങ്ങൾ. അപ്പോൾ റവല്യൂഷണറി ആയിട്ട് താല്പര്യമോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് താല്പര്യങ്ങളോ അല്ല. അപ്പോൾ ആ വർഗം വിപ്ലവകാരികളായ വർഗം എല്ലാം ഒരു 3-4 തവണയെങ്കിലും മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ. മാർക്സിസം ആദ്യകാലത്ത് മാർക്സ് എഴുതിയ ജർമ്മൻ ഐഡിയോളജി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് പിന്നീടാണ് 1930 അവതരിച്ചത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ഒരു തൊഴിലാളി വർഗ്ഗത്തിൻ്റെ ഇടയിലാണ്, കൃഷിക്കാരുടെ ഇടയിലോ നാട്ടിൻപുറങ്ങളിലോ അല്ല, പട്ടണങ്ങളിലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലക്കാണ്, അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പാർട്ടിയല്ല. അത് ഇവർ മാറ്റിയതാണ്. തൊഴിലാളികൾ അധ്വാനിക്കുന്നവരോട് എല്ലാ അധ്വാനിക്കുന്നവരും തൊഴിലാളികളല്ല. അപ്പോൾ അതൊക്കെ വ്യക്തമായ രേഖകളുള്ള കാര്യങ്ങളാണ് മാർക്സത്തിൽ. ഞാൻ അത്രയും ദീർഘിച്ച് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കൃഷിക്കാരുടെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേരുറച്ചത്. അത് ബുദ്ധിജീവികളിലൂടെയാണ് വേരുറച്ചത്. ആ ബുദ്ധിജീവികളുടെ നൈരന്തര്യമാണ് ഇപ്പോഴും പാർട്ടി സംഘടനയെ ഒരു നിലനിർത്തുന്നത്. ഇപ്പോൾ നമ്മളെ ഇടയിൽ തെയ്യം വിശ്വാസം പോലെ തന്നെയാണത്. ഈ തെയ്യം ഒരു ഹിന്ദു ഏർപ്പാടാണെങ്കിലും
തെയ്യത്തിലെ വണ്ണന്മാർ, മലയാറ്, അവരൊക്കെയാണ് തെയ്യം കിട്ടുന്നത്. തെയ്യം കിട്ടുന്ന മിക്ക പുരോഹിതന്മാരും തനി കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ രാവിലെ തുണി ഇങ്ങനെ അരക്ക് ചുറ്റിയിട്ട് കോമരം പോലെ നടക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ അത് മരത്തെ ബടിയുമ ചുറ്റിയിട്ട് ചെങ്കൊടിയാക്കുന്നു എന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഉള്ളത്. വാസ്തവത്തിൽ അവരുടെ ഇടയിൽ ഈ ട്രഡീഷണൽ ബിലീഫ് പോലെ ഒരു ബിലീഫ് സിസ്റ്റമാണിത്. അതായത് തെയ്യത്തിലുള്ള വിശ്വാസം പോലെ, കാവുകളിലുള്ള വിശ്വാസം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിശ്വസിക്കുന്നു. ഈ മിക്ക ഭക്തന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ വലിയ ഭക്തന്മാരാണ്. ഈ കാവുകളിലൊക്കെ അഡ്വാൻസ്ഡ് റിലീജിയസ് തിങ്കിങ് അവർക്കില്ല. വേദാന്തമൊന്നും അവർക്ക് ബാധകമല്ല. ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ട്രൈബൽ ബിലീഫ് സിസ്റ്റമാണുള്ളത്. ട്രൈബൽ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് വാസ്തവത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബിലീഫ്. കുടിപ്പകയും മറ്റൊക്കെ അതിലാണല്ലോ ഉള്ളത്, പച്ചവെളിയോദാനും മറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അത് വാസ്തവത്തിൽ ഒരു മുതലാളിത്തത്തിലേക്ക് പോലും ഇവർ പോയിട്ടില്ല. ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഡർമാർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുകയാണ്. പക്ഷേ ആ കാഴ്ചപ്പാട് മുഴുവൻ ലെനിൻ സ്റ്റാലിൻ കാഴ്ചപ്പാടുകളാണ്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലണ്ട് അദ്ദേഹം ജീവിച്ച സ്ഥലമാണ് 10-20 കൊല്ലം. ആ സ്ഥലത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്ന ആളാണ് മാർക്സ്. അപ്പോൾ ഈ ജനാധിപത്യം ഒരു സർവാധിപത്യമാണെന്നാണ് മാർക്സ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടിരുന്നത്, അല്ലാതെ ഇതിനേക്കാൾ മോശമായൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല. അതുകൊണ്ട് ഈ സർവാധിപത്യത്തെ വ്യാഖ്യാനിച്ച് ലെനിനും സ്റ്റാലിനും ഈ രീതിയിലാക്കിയതാണ്. മാർക്സിന് അത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം ഇംഗ്ലണ്ടിലുള്ളതും അമേരിക്കയിലുള്ളതും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യമാണെന്നറിയാം. ഈ ജനാധിപത്യം ബൂർഷ്വാ സർവാധിപത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഡെമോക്രസിക്ക് ഒരു അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലുള്ള ഡെമോക്രസി അത് സ്ലേവ് ഓണേഴ്സിൻ്റെ ഡെമോക്രസിയാണ്. ഫ്യൂഡൽ കാലഘട്ടത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഇടയിലുള്ള ഡെമോക്രസിയാണ്. ആധുനിക മുതലാളിത്തമാണ് പാർലമെൻ്ററി വ്യവസ്ഥയുള്ളത്. അപ്പോൾ അതും ജനാധിപത്യമാണ്, മുതലാളിമാരുടെ ഇടയിലുള്ള ജനാധിപത്യം. തൊഴിലാളികളുടെ ഭൂരിഭാഗം ആളുകളുടെ സർവാധിപത്യമാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിനേക്കാളൊക്കെ അഡ്വാൻസ്. ഉദാഹരണമായിട്ട് ട്രൈബൽ സ്റ്റേജിൽ, അതായത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ ഒരാളെ കൊല്ലാനുള്ള അധികാരം സ്ലേവ് ഓണർക്കുണ്ട്. പക്ഷേ സെർഫ് കാലഘട്ടത്തിൽ ഒരു സെർഫിനെ കൊല്ലാൻ ഫ്യൂഡൽ പ്രഭുവിന് അധികാരമില്ല. മുതലാളിത്ത കാലഘട്ടത്തിൽ മുതലാളിക്ക് ഒരാളെയും കൊല്ലാൻ പറ്റില്ല. അത് കോടതിക്ക് അതിനുള്ള അധികാരമുള്ളൂ, കൊലപാതകമോ മറ്റോ സംഭവിച്ചാൽ. അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെ കൂടി വരികയാണ്. സത്യത്തിൽ റഷ്യയിൽ എന്താ സംഭവിച്ചത്? എല്ലാം പോയി. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല, ഇൻഡിവിജ്വൽ ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, പ്രൈവറ്റ് പ്രസ് ഇല്ല. ലോകം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് റഷ്യയിൽ നിലവിൽ വന്നത്. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത. അത് 1930കളിൽ ഇത് തകരുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതാരാന്നറിയാങ്ങൾ? ഗാന്ധിജിയാണ്. 1932 തോന്നുന്നു, വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ലണ്ടനിലെത്തിയപ്പോൾ ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ സമീപിച്ചു. ഇടതുപക്ഷക്കാർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ട്. അവർ പറഞ്ഞു ബലപ്രയോഗത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഇത് അധികകാലമൊന്നും നിലനിൽക്കില്ല. അപ്പോൾ ഈ ഇടതുപക്ഷക്കാർ ഈ വിപ്ലവം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വിപ്ലവകാരി എന്നുള്ള നിലക്കാണ് ഗാന്ധിജിയുടെ അടുത്ത് ചെന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മുഖത്തടിച്ച് അടിപോലെയാണ് പറയുന്നത് ഈ സാധനം ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഹാസ്യസ്വരത്തിൽ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പത്രത്തിൽ അത് കൊടുത്തിരുന്നു. ഹാസ്യമായിട്ടൊരു ഇതില്ലേ ബോക്സ് ന്യൂസ്. അതുമാതിരി ഒരു സാധനം ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലേബർ മന്ത്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, ഒരു മന്ത്ലി ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് റഷ്യയിൽ. ഈ ബ്രിട്ടനിൽ ആ ലേബർ മന്ത്ലിയിൽ ഇത് കൊടുത്തിരുന്നു, ഇയാളുടെ ഇൻ്റർവ്യൂ. അത് ഈ സംഗതി ഉണ്ട് അതിൻ്റെ അകത്ത്. അത് പൊളിയുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ വ്യക്തമായിരുന്നു ബലപ്രയോഗത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു സാധനമായിരുന്നു അത്. ഈ സമത്വം നല്ല ആശയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസം, വിപ്ലവം ഇതെല്ലാം ഉണ്ടായി. ഭാരതത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് എം.എൻ. റോയി താഷ്കണ്ടിൽ തുടങ്ങി. കേരളത്തിൽ വലിയ ഇതുണ്ടായി. പിന്നെ ഇന്ത്യ മുഴുവൻ വിപ്ലവകരമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഒരുപാടുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ അവരുദ്ദേശിക്കുന്നതിൻ്റെ അത്രത്തോളം വേര് പിടിക്കാഞ്ഞത്? ഈ ഒരു പ്രസ്ഥാനം വേര് പിടിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ മൂലധനത്തിൽ
മൂലധനത്തിൻ്റെ മുഖവരിയിൽ പറയുന്നുണ്ട്, ഹെഗൽ എന്ന മഹാനായ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ മാത്രമാണ്. ഐ ആം ഓൺലി എ പ്യൂപ്പിൾ ഓഫ് ദാറ്റ് ഗ്രേറ്റ് മാസ്റ്റർ എന്നാണ്. അപ്പോൾ അത്ര ബഹുമാനം ഉണ്ടായിരുന്നു ഹെഗലിനോട്. ഈ ഹെഗൽ പറഞ്ഞിരുന്നത് ലോകം സ്വാതന്ത്ര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് നമ്മുടെ വേദാന്തത്തിൻ്റെ സ്വരത്തിലാണ് ഹെഗൽ സംസാരിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, സ്പിരിറ്റ് ഓഫ് ദ ടൈംസ്. ആ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ആ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് നമ്മളെ തലയിലേറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ അതിനെതിരായിട്ട് നീന്താമെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് ഓരോ കാലത്തും ഒരു മഹാനായ മനുഷ്യൻ്റെ തലയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മഹാനായ മനുഷ്യൻ മഹാനാവുന്നത് ഈ സ്പിരിറ്റ് ഓഫ് ദ ടൈംസിൻ്റെ കാരിയറാണ് അയാൾ. ആ കാരിയർ ആയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയുന്നത്. ഗാന്ധിജി ആ സമയത്ത് സ്പിരിറ്റ് ഓഫ് ദ ടൈംസിൻ്റെ കാരിയറായിരുന്നു. അപ്പോൾ കാരിയർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആ കാലത്തിന് യോജിച്ച മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചടി. ഇവർ പറഞ്ഞതൊന്നും കാലത്തിന് യോജിച്ച മുദ്രാവാക്യങ്ങളല്ല. അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി. അവർക്ക് പച്ചപിടിക്കാനേ പറ്റിയിട്ടില്ല. സമത്വം എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ ഇവരെന്താ പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. മുതലാളിത്തത്തെ കവച്ചു വെക്കും കമ്മ്യൂണിസം എന്ന് ക്രൂഷ്ചേവ് പ്രഖ്യാപിച്ചിരുന്നു ഉൽപ്പാദനത്തിലൂടെ. മാർസിൻ്റെ ധാരണ അത് തന്നെയായിരുന്നു. മാർസ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതി, മുതലാളിത്ത ഉൽപ്പാദനം, ഫാക്ടറികളിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മുതലാളിയാണ് അതിൻ്റെ ഓണർ, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ അത് പൈസ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, കുറച്ച് ആളുകൾക്കേ കിട്ടുന്നുള്ളൂ. പ്രൊഡക്ഷൻ ആണെങ്കിലും മാസ്സാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്ന് മാർക്സ് പറഞ്ഞിരുന്നത്. സോഷ്യലിസം വരുമ്പോൾ ഈ വൈരുദ്ധ്യം പോയി, എല്ലാവർക്കും കൂടുതൽ പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ കൂടുതൽ മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. പ്രൊഡക്ഷൻ വല്ലാതെ അങ്ങ് വർദ്ധിക്കും, എല്ലാവർക്കും ആവശ്യമായ സംഗതികൾ ഉണ്ടാവുന്നതാണ്. റഷ്യയിൽ പരീക്ഷണം നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തോക്ക് പെന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ ഫാക്ടറിയും അവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കിയിരുന്നത്. ടാർഗറ്റ് പൂർത്തിയാക്കാത്ത ഫാക്ടറിയിലെ മാനേജറെ അട്ടിമറിക്കാണ് വിചാരണ ചെയ്യുന്നത്, രാഷ്ട്രത്തെ അട്ടിമറിക്കാനല്ലേ. അങ്ങനെയൊരു ലക്ഷ്യമുള്ളത്, ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ സ്റ്റാലിൻ്റെ കാലത്ത് മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയൊന്നും ശക്തി മുതലാളിത്തം ഉപയോഗിക്കുന്നില്ലല്ലോ, കൂലിയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ശക്തി ഉപയോഗിക്കാതെ തന്നെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ അവസരം കിട്ടിയാൽ പ്രവർത്തിക്കാതിരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മടിയനാണ്. ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. മാർക്സിൻ്റെ ധാരണകൾ തെറ്റായതാണ്. സമത്വം എന്നുള്ളത് ഒരിക്കലും എല്ലാ മനുഷ്യരും സമന്മാരില്ല, എല്ലാ മനുഷ്യരുടെയും എഫേർട്ട് വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ലഘുവായ ബലപ്രയോഗമാണ് മുതലാളിത്തത്തിൽ നടക്കുന്നത്. അതായത് പണിയെടുത്തില്ലേ പൈസ കിട്ടില്ല, പൈസ എടുത്തില്ലേ അതുകൊണ്ട് പണിയെടുക്കാൻ പോകുന്നു. അപ്പോൾ നന്നായിട്ട് പണിയെടുത്താൽ നന്നായിട്ട് കൂലി കിട്ടും. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും പൊതുമേഖലയായാലും നമ്മളെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രൊഡക്ഷനിലാകാണ്. അപ്പോൾ ക്രൂഷ്ചേവിൻ്റെ കാലത്ത് അദ്ദേഹം ഇത് മനസ്സിലാക്കി ഈ മെറ്റീരിയൽ ഇൻസെൻറ്റീവ് കൊടുത്തു, ലാഭം കൊടുത്തു. അത് മുതലാളിത്തം പറഞ്ഞിട്ട് ക്രൂഷ്ചേവിനെടുത്ത് ദൂരെ കളഞ്ഞു. വാസ്തവത്തിൽ സോഷ്യലിസം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ക്രൂഷ്ചേവിന് ശരിക്കും മനസ്സിലായിരിക്കുന്നു. ചൈനക്കാർക്കത് മനസ്സിലായത് കൊണ്ടാണ് മുതലാളിത്തത്തിൻ്റെ രംഗപ്രവേശം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യലിസം ഒന്നുമില്ല. കമ്മ്യൂണുകളൊക്കെ പോയി പ്രൈവറ്റൈസ് ചെയ്തു, ഭൂമിയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു. ഏറ്റവും കൂടുതൽ വിദേശ മൂലധനം അനുവദിച്ചു. അങ്ങനെ ചൈനയുടെ എല്ലാ പുരോഗതി ഉണ്ടായിരിക്കുന്നത് വിദേശ മൂലധനത്തിൻ്റെ പുരോഗതിയാണ്. വാസ്തവത്തിൽ മുതലാളിത്തത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് ഏതെങ്കിലും കാലത്ത് മാർക്സിൻ്റെ ഐഡിയയിൽ സോഷ്യലിസം ആകുമെന്ന് എനിക്ക് പറയാനാവില്ല. കാരണം അത് എത്രയോ വിദൂര ഭാവിയിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. സോഷ്യൽ എവല്യൂഷൻ്റെ ഭാഗമായി വരേണ്ടതാണ്, അല്ല കുത്തിപ്പൊക്കി ഉണ്ടാക്കേണ്ടതല്ല. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിയിരിക്കുന്നത് മുഴുവൻ ലെനിൻ്റെ മിസ്ഇൻ്റർപ്രിട്ടേഷൻസാണ്. പിന്നെ ലെനിൻ്റെ മിസ്ഇൻ്റർപ്രിട്ടേഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ റിസർവേഷൻ വേണം. കാരണം ലെനിൻ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഫിലോസഫി പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അയാൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധം പറ്റി. കൂടുതൽ കാലം അദ്ദേഹം ജീവിക്കാൻ കഴിഞ്ഞില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്. പക്ഷേ ഐഡിയാസ് തെറ്റിയപ്പോഴൊക്കെ അദ്ദേഹം തിരുത്തിയിരുന്നു. അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു ഈ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നടക്കില്ല എന്ന്. പ്രൊഡക്ഷൻ പിറകോട്ട് പോയപ്പോൾ NEP എന്ന് പറഞ്ഞൊരു നയം രൂപീകരിച്ചു. അതിനകത്ത് ഷെയറിങ് വന്നു. അതായത് മുതലാളിത്തത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അതിൽ വന്നിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ ജീവിച്ചിരുന്നില്ല. അത് മുഴുവൻ നടപ്പാക്കിയിരുന്നത് ഈ സ്റ്റാലിനാണ്. സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ മറ്റേക്ക് വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നുമല്ല.
അയാൾക്ക് കമ്മ്യൂണിസത്തിൻ്റെ തിയറിയെക്കുറിച്ചോ അതിൻ്റെ വിശാലമായ അർത്ഥത്തെക്കുറിച്ചോ അറിയില്ല. അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ച മറ്റൊരു ഹിറ്റ്ലറൈറ്റ് ഫിലോസഫിയാണ് അയാൾ നടപ്പാക്കിയത്. പക്ഷേ എനിഹവ് വളരെ ആത്മാർത്ഥമായി നടപ്പാക്കി 3 കോടി ആളുകളെ കൊന്നിട്ടാണ് റഷ്യയിൽ കളക്റ്റീവൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സാധിച്ചത്. ഇത്രയും ക്രൂരമായൊരു സിസ്റ്റം ലോകത്ത് തേടി ഉണ്ടായിട്ടില്ല. ഫാസിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമെന്ന് പറയപ്പെടുന്നവരാണ് CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ. പക്ഷേ യഥാർത്ഥ ഫാസിസ്റ്റുകൾ ഇവരാണെന്നാണ് എതിരാളികൾ പറയുന്നത്. എത്രത്തോളം ഇത് ശരിയാണ്? ഫാസിസം എന്താണെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ഫാസിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമല്ല, ഒരു ബിഹേവിയറൽ പാറ്റേണുമാണ്. ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രസിസ്റ്റ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊട്ടുള്ള എതിരായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കും. ശരിയാണെങ്കിൽ അംഗീകരിക്കും. അങ്ങനെയാണ് ഡെമോക്രാറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളങ്ങ് ശരിപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഡെമോക്രാറ്റ് അല്ല. അപ്പോഴാണ് ഞാൻ ഫാസിസ്റ്റ് ആകുന്നത്. ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വയലൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന എതിരഭിപ്രായത്തിനെ നിങ്ങളെ ഹിംസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. ഫാസിസത്തിൻ്റെ ഏറ്റവും ശരിയായ എക്സ്പ്രഷൻ എതിർ പാർട്ടികളെ നശിപ്പിക്കലാണ്, വയലൻസാണ്. വയലൻസ് ടുവേഴ്സ് ഔട്ട് ഗ്രൂപ്പാണ്. അതൊരു സോഷ്യോളജിക്കൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ വയലൻസ് ടുവേഴ്സ് ഔട്ട് ഗ്രൂപ്പാണ്. വയലൻസ് ടുവേഴ്സ് ഔട്ട് ഗ്രൂപ്പ് ഇപ്പം കേരളത്തിൽ ആരാ ഏറ്റവും കൂടുതൽ നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടത്തുന്നത്. 58 വെട്ടുവെട്ടിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നു, കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ജയകൃഷ്ണനെ കൊന്നു. അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ അവർ നടന്നു. ഏത് സ്ഥലത്താണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ എന്തെങ്കിലും ഫലപ്രദമായി ചെയ്താൽ അംഗീകരിക്കുന്നവർ അപ്പോൾ തച്ചടച്ചാളി. ഇവിടെയൊക്കെ അങ്ങനെയാണ്, തച്ചടച്ചാളി. വെറുതെ ഇങ്ങനെ അവർക്ക് വിധേയമായിട്ട് ജീവിച്ചാൽ ഒന്നും ചെയ്യില്ല. അപ്പോൾ ചന്ദ്രശേഖരൻ അത് ലോക്കലായിട്ട് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി. അതാണ്. അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് എതിരാളികളെ നശിപ്പിക്കലാണ്. അത് ആ സംഗതി ഹിറ്റ്ലർ എടുക്കാൻ തുടങ്ങി. ഹിറ്റ്ലർ എടുക്കുന്നതല്ല തുടങ്ങിയത്, സ്റ്റാലിനെ തുടങ്ങി വെച്ചത്. സ്റ്റാലിൻ തുടങ്ങി വെച്ചപ്പോൾ അത് സ്റ്റാലിനെ നേരിടാൻ അതിന് ഫലപ്രദമായൊരു മാർഗം വേണമെന്നുള്ള നിലക്കാണ് ഹിറ്റ്ലറുടെ പ്രസ്ഥാനം ഉണ്ടായത്. അത് സ്റ്റാലിനിസത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറെക്കുറിച്ചിട്ടുള്ള ബയോഗ്രഫികളിലും സ്റ്റാലിനിസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബോൾഷെവിക് റവല്യൂഷനാണ് അതിൻ്റെ യഥാർത്ഥ കാരണം. വെറുതെയാണ് അവർ ഫാസിസത്തെക്കുറിച്ച് പറയുന്നത്. ഫാസിസത്തെക്കുറിച്ച് അന്ന് അവർ പറയാൻ കാരണം റഷ്യയെ ആക്രമിച്ചു പോകുന്നുള്ള പേടികൊണ്ട് മാത്രമാണ്. വാസ്തവത്തിൽ പണത്തിന് ദുരുള്ള കൂട്ടരാണ് ഈ പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതുമാതിരി തന്നെ ഈ വയലൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് വയലൻസ് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ചൈനയിൽ ഇപ്പം എന്താ സ്ഥിതി? അവർക്കെതിരായിട്ടുള്ള ആളുകൾക്കൊന്നും ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യയിൽ തന്നെ എന്താ ഇപ്പം കേരളത്തിൽ സമ്പൂർണ്ണ ഭരണമൊന്നും അല്ലെങ്കിലും അവരെതിരാളികൾക്ക് അവരെ കൊല്ലാൻ കഴിയില്ലെങ്കിൽ അവരങ്ങനെ തന്നെ പരാജയപ്പെടുത്തും. ഇപ്പോൾ MV രാഘവൻ ശക്തമായിട്ട് വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹത്തെ കൊല്ലാനല്ലേ കൂത്തുപറമ്പ് വെച്ച് നോക്കിയത്. അപ്പോൾ അല്ലാത്ത കൂട്ടരെ ഇപ്പം ഭരിക്കാൻ വേറെ മാർഗ്ഗമാണ്. തേജോവധം എന്ന് പറഞ്ഞ പരിപാടിയാണ്. പല പെണ്ണ് കേസിലും പെടുത്തുക, അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ. അവർക്കെതിരായിട്ട് നീങ്ങിയ ആളുകൾക്കെതിരെ എന്തെങ്കിലും കേസുകൾ ഉൾപ്പെടുത്തും. അധികവും ഈ പെണ്ണ് കേസാണ്. കാരണം പെറ്റി പുരുഷ മെൻറ്റാലിറ്റിയുള്ള കേരളത്തിൽ ഈ ഒരാൾ പെണ്ണിനെ പിടിച്ചെന്നെല്ലാം പറഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയൊരു ക്രൈമാണ് കൊലപാതകത്തേക്കാൾ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത്തരം കേസുകൾ ഉൾപ്പെടുത്തി ഈ കോളേജ് അധ്യാപകരുടെ ഇടയിൽ 100% അവർക്ക് സംഘടനാപരം. അത് സാധിക്കുന്നത് മുഴുവൻ ഈ SFI എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് എന്തും ചെയ്യാൻ ലൈസൻസ് ഉള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ പലതരത്തിലുള്ള അധ്യാപകരുടെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് അങ്ങനെ പലതും ചെയ്യാൻ കഴിയും. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാർവത്രികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം കൊല്ലാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലുകയെന്ന് ചെയ്യുക, അല്ലെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മർദ്ദിക്കും. മർദ്ദനമൊക്കെ സ്വാഭാവികമാണ്. ഇപ്പം മർദ്ദനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെയൊക്കെ എത്ര വലിയ സ്ഥാപനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. സാമ്പത്തിക കെട്ടുപാടുകൾ കൊണ്ട് എല്ലാവരെയും വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ് അവർ. സാറ് കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം, രാഷ്ട്രീയം ഇതെല്ലാം വായിച്ചിട്ടുണ്ട്, അതിൻ്റെ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ. ഈ ഇന്ത്യയിൽ കേന്ദ്രഭരണവും നിരവധി സംസ്ഥാനങ്ങളുടെ ഭരണവും അങ്ങനെ ഒരു സർവാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPMന് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് കിട്ടിയാൽ എന്തായിരിക്കും ഭാവി? ലോകത്തിലെ ഏറ്റവും വലിയ സർവാധിപത്യമായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഒരു 10 വർഷം കേരളത്തിൽ ജീവിച്ചിരിക്കാം. പിണറായിക്ക് വ്യക്തമായ കഴിവുകളുണ്ട്. എങ്ങനെയാണ് ഒരു സാഹചര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ സംഘടനകളുടെ ബലത്തിലും. പിണറായിയുടെ ലീഡർഷിപ്പ് അവസാനിക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ
നശിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോദിജി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തമായ ജനാധിപത്യ വശം എംപവർമെൻ്റ് ഓഫ് വിമനാണ്. അത് ഒരു ഡെമോക്രസിയുടെ ഒരു അളവുകോലാണ്. ഒരു പ്രസ്ഥാനം സ്ത്രീകളെ ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, മിലിറ്ററിയിലൊക്കെ പ്രവേശിപ്പിക്കുക, സൈനിക സ്കൂളിൽ പ്രവേശിപ്പിക്കുക, ഉദ്യോഗത്തിൽ പ്രവേശിപ്പിക്കുക, അങ്ങനെ അത് ഒരു എംപവർമെൻറ്റിൻ്റെ രൂപമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ജനാധിപത്യ ലോകത്ത് നിലനിൽക്കുന്നത് 3 മതങ്ങളുടെ സമൂഹങ്ങളിലാണ്. ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ഷിൻറ്റോ ജാപ്പാനിൽ. അത് കഴിഞ്ഞിട്ട് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഡെമോക്രാറ്റിക് അല്ല. ഇപ്പോൾ തായ്ലൻഡിൽ രാജഭരണമാണ്. ശ്രീലങ്കയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയാനാവില്ല. ബർമയിൽ, അതായത് മ്യാൻമറിൽ ഡിക്റ്റേറ്റർഷിപ്പാണ്. മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലും ഒന്നുകിൽ രാജഭരണമോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പുമാണ്, അല്ലെങ്കിൽ വളരെ വികലമായ ഡെമോക്രസിയാണ്. വളരെയധികം പ്രോഗ്രസീവായി വന്ന ഒരു മുസ്ലിം രാജ്യമായിരുന്നു തുർക്കി. ആ രാജ്യം ഇന്നിപ്പോൾ കമാൽ പാഷയുടെ സിദ്ധാന്തങ്ങളൊക്കെ വിട്ട് കൂടുതൽ കോൺസർവേറ്റീവായി മാറി ഇപ്പം ഫണ്ടമെൻ്റലിസ്റ്റ് സ്റ്റേറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുസ്ലിം ലോകം ഒരിക്കലും ഡെമോക്രസിയിലേക്ക് വരുന്നില്ല. എൻ്റെ അഭിപ്രായം ഡെമോക്രസിയും സെക്കുലറിസവും ഒരു റിലീജിയസ് ഔട്ട്ലുക്കിൻ്റെ ഭാഗമാണ്. അത് ക്രിസ്ത്യാനിറ്റിയിൽ ഇപ്പോഴാണ് വന്നത്. അതിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. ഹിന്ദുയിസത്തിൽ അത് ഇംപ്ലിസിറ്റാണ്, ഓൾറെഡി ഇംപ്ലിസിറ്റാണ്. ഷിൻറ്റോയിലുമുണ്ട്. അപ്പോൾ ഈ 3 മതങ്ങളിൽ ഉള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ പ്രോപ്പർ ഡെമോക്രസി ഉള്ളൂ. ഇസ്ലാമും ബുദ്ധിസവും ആ രാജ്യങ്ങളിലൊക്കെ ഡെമോക്രസി ഇനിയും വളരെ ഐഡിയോളജിക്കലാണെന്ന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി പ്രിൻസിപ്പിൾസൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഹിന്ദുയിസത്തിന് മുമ്പേ അത്തരം പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 3 മതങ്ങളുടെ രാജ്യങ്ങളിൽ മാത്രമാണിപ്പോൾ ഡെമോക്രസി വരുന്നത്. ഇനി ഒരു മതപരമായ ഔട്ട്ലുക്കിൻ്റെ ഭാഗമായിട്ട് വേണം മുസ്ലിം ലോകത്ത് ഡെമോക്രസി വരാൻ. അതായത് ഡെമോക്രസിയാണ് ഇപ്പോഴവരുടെയൊക്കെ നല്ല പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ യഥാർത്ഥ ഐഡിയാസൊക്കെ ഖുറാനിലാണുള്ളത്. അതുകൊണ്ട് ഖുറാൻ അനുസരിച്ചിട്ടുള്ള ഒരു ഭരണക്രമമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഐഡിയാസിനേക്കാളും പെർഫെക്റ്റാണ് പ്രവാചകൻ്റെയും അള്ളാഹയുടെയും അനുഭവങ്ങൾ. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഉള്ള ഡെമോക്രസിയാണ്, ഭരണക്രമമാണ് അവരുള്ളത്. ഒന്നുകിൽ അത് തനി തിയോക്രസി ആയിട്ട് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും. ഇപ്പോൾ അബ്സല്യൂട്ടിസ്റ്റ് മൊണാർക്കി ഇപ്പോൾ അവിടെ ഉള്ള ഒരേ ഒരു രാജ്യം സൗദിയാണ്. അതിനെതിരെ ആരും ചോദ്യം ചെയ്തൊന്നുമില്ല. അപ്പോൾ അവർ ആ ബിലീഫിലുണ്ട്. ആ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് അവർ മുന്നോട്ട് വരുന്ന കാലത്ത് മാത്രമേ ആ രാജ്യങ്ങളിൽ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ. മുസ്തഫ കമാൽ പാഷ ഒരു മതപണ്ഡിതനൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ ആ മതം അത് സ്വീകരിക്കുന്ന കാലത്ത് മാത്രമേ അവിടെ ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ. സ്വാതന്ത്ര്യാനന്തരം വിവിധ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആളുകളുണ്ടായിരുന്നു, ഇലക്ഷനിൽ ജയിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബംഗാൾ, ത്രിപുര, കേരളം എന്നതിലേക്ക് മാറി. പിന്നെ ബംഗാളും ത്രിപുരയും നഷ്ടമായി. ഇപ്പോൾ കേരളം, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ കനലൊരു തരി എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ഇനി എന്തായിരിക്കും ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് ഒരു ഭാവി? എന്തെങ്കിലും പ്രതീക്ഷിക്കാനാകുമോ? വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന ചിന്തകന്മാർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതുകൊണ്ട് പരാജയങ്ങളിൽ നിന്നും കയറാനല്ല, അധികാരം പിടിച്ചെടുത്ത് തൽക്കാലം നിർത്താൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കത്തിൽ അതിൽ ഒരു വളരെ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അത് പല ആൾട്ടർനേറ്റീവും ജനാധിപത്യത്തിൻ്റെയൊക്കെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആൾട്ടർനേറ്റീവിനൊക്കെ ഒരു സാധുതയും ഒന്നുണ്ടായിരുന്നു. ആ സാധുത 1979-89 റഷ്യയുടെ തകർച്ചയോടുകൂടി തീരെയില്ലാണ്ടായി. അപ്പോൾ 1950-51 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ്റിൽ 16 അംഗങ്ങളുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം നേടിയതാണ്, അല്ലാതെ കൂട്ടുപിടിച്ച് നേടിയതല്ല. ഇന്നിപ്പോൾ 2019 ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 4 സീറ്റ് കിട്ടിയതിൽ 1 സീറ്റ് മാത്രമേ അവരെ സ്വന്തമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കേരളത്തിൽ. ബാക്കിയെല്ലാം ദാനം കിട്ടിയ സീറ്റുകളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ അവർ വായിച്ചിട്ടില്ല. ഒരു കാട്ടാള പ്രസ്ഥാനമാണ് ബംഗാളിൽ വന്നത്, ഏതാണ്ട് സ്വേച്ഛാധിപത്യത്തിന് തുല്യമായത്. എതിരാളികളെ മുഴുവൻ അവർ ശാരീരികമായി കീഴ്പ്പെടുത്തി ഭരണം നടത്തി 30 കൊല്ലത്തോളം തുടർച്ചയായി. എന്നിട്ടെന്താ, ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് സംസ്ഥാനമാണോ? അതായത് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനോ
പിന്നെ വീക്ഷണശാലികളായ ബുദ്ധിജീവികളെ ഉണ്ടാക്കാനോ ശാസ്ത്രീയ പുരോഗതി നേടാനോ ഒന്നും കമ്മ്യൂണിസത്തിന് സാധിച്ചിട്ടില്ല. മറിച്ചാണ് സംഭവിച്ചത്. പിന്നെ ഒരു ട്രൈബൽ സംസ്ഥാനമാണ് പിന്നെ ത്രിപുര. അവിടെ അവർ പലതരത്തിൽ ഹൂക്ക് ആൻഡ് ക്രൂക്ക് അധികാരത്തിലെത്തിയെങ്കിലും അത് നിലനിർത്താനും അവർക്ക് പറ്റിയില്ല. അതൊന്നും സാധിക്കില്ല. വാസ്തവത്തിൽ ആ ട്രൈബൽ പിന്നെ സിറ്റുവേഷൻ മാറ്റി ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആക്കാനുള്ള ഒരു പ്രവർത്തനം പോലും അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ കാഴ്ചപ്പാടുകളില്ല. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പിന്നെ സ്പിരിറ്റ് ഓഫ് ദ ടൈമുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സന്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലില്ല. അവർ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടത് ആദ്യം ജനാധിപത്യ ഭരണക്രമത്തെ അംഗീകരിക്കുകയാണ്. പിന്നെ സോഷ്യലിസവും പൊതുമേഖലയും അവർ വളരെ പ്രസംഗിച്ച് നടന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ശക്തമായ പൊതുമേഖലകളൊന്നായ KSRTC അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് മോചനം കൊടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. KSEB ആണെങ്കിൽ അത്ര തന്നെ തുല്യമായ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ പൊതുമേഖല തകർന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലയ്ക്ക് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. പൊതുമേഖലയെ നിലനിർത്താൻ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ നികുതി കൊടുക്കണം. പൊതുമേഖലയെ ദേശസാൽക്കരിച്ചുകൊണ്ടും അത് പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടുമാണ് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ മുതലല്ല 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം മുതലേ തുടങ്ങിയത്. മാർഗരറ്റ് താച്ചർ ഇംഗ്ലണ്ടിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ ഈ പിന്നെ പൊതുമേഖലാ സിദ്ധാന്തം അംഗീകരിച്ച രാജ്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുരുക്കം ചില ചെറിയ സൊസൈറ്റീസിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ തന്നെ എവിടെയാണ് വ്യവസായ പുരോഗതി സാധിച്ചത്? ഇന്ന് കേരളത്തിൽ നോക്കിയാൽ എല്ലാ വൻകിട വ്യവസായങ്ങളും കോപ്പറേറ്റീവ് മേഖലയിലാണ്. എൻ്റർപ്രണേഴ്സിന് യാതൊരു സാധ്യതയില്ല. എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഐഡിയാസ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരംഗം വെച്ചു. ഇന്ന് അവരുടെ ഇടയിലുള്ള ബുദ്ധിജീവികൾ കഴിഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ പുനഃപരിശോധിക്കാനും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 79-80 റഷ്യയുടെ തകർച്ച വന്നു. അല്ല 89-90 ഈ തകർച്ച വന്നതിനെക്കുറിച്ച് ഇന്ന് വരെ അവർ പരിശോധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് തകർച്ച വരാനുള്ള കാരണങ്ങളെന്ന്. ചൈന മുതലാളിത്ത പാതയിലേക്ക് പോയതിന് അവർ വിശദീകരണം നൽകിയിട്ടില്ല. കൊറിയ ഡൈനാസ്റ്റിക്കായി മാറിയതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ കാലത്തിനൊത്ത രീതിയിൽ ഒരു ചലിക്കുന്ന ഒരു പ്രതിഭ അവരുടെ ഇടയിലില്ല. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണുരുട്ടിൽ കണ്ടാൽ ഭയപ്പെടുന്ന ഒരു സെക്രട്ടറിയാണ് നമുക്കുള്ളത്. അപ്പോൾ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഖിലേന്ത്യാ നേതൃത്വം? യെച്ചൂരിക്കിപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറയുന്നത്? അത് യേസ് വെക്കാനുള്ള അതിനപ്പുറം സാധ്യമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കാണെങ്കിൽ ഭരണം നിലനിർത്താനുള്ള വഴികൾ അന്വേഷിക്കുക എന്നല്ലാതെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മാർഗ്ഗവും അവരുടെ കയ്യിലില്ല. ഉള്ള മാർഗങ്ങളെല്ലാം അധികാരം നിലനിർത്താൻ പറ്റിയ ചെറിയ ചെപ്പടി വിദ്യകൾ മാത്രമാണ്. ആ ചെപ്പടി വിദ്യകൾ ഒരു ക്രൈസിസിലേക്കാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തിക കുഴപ്പത്തിലേക്കും മറ്റൊക്കെ. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ പണമാണല്ലോ, പണമൊന്നും ഇല്ലതാനും. അപ്പോൾ ആ നിലക്ക് കേരളം തകർച്ചയിലാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു സാധ്യതയുമില്ല. പിന്നെ ഇതുവരെ അവർ ചെയ്തു കൂട്ടിയത് ബുദ്ധിജീവികളെ സ്വാധീനിച്ച് ഇവിടുത്തെ വളരുന്ന ഹിന്ദുത്വ പ്രസ്ഥാനത്തെ മലിനപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ്. ആ രംഗത്ത് അവർക്ക് കുറച്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് ഹിന്ദുത്വ വിജയത്തിനും കാരണമായി തീർന്നു. ബാബറി മസ്ജിദ് നേരത്തെ ഒരു വിഷ്ണു ക്ഷേത്രമാണെന്നുള്ളതിന് വ്യക്തമായ ശിലാരേഖകളുണ്ട്. അതിപ്പോൾ പള്ളി പൊളിഞ്ഞ ശേഷം നമുക്കത് ലഭിച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. ആ കാലത്തെ റൈറ്റിങ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയെല്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിശ്രമങ്ങളാണ് ഇന്ത്യയിലെ ചരിത്രകാരന്മാരെ കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ വേഷം കെട്ടിച്ചത്. അവർ സ്ഥാപിച്ച സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ആവാനും പ്രൊഫസറാകാനും ഒക്കെ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ഇത്തരം ചരിത്രകാരന്മാർ ഇത്തരം വിടുപണിക്ക് പോയത്. ആ രംഗത്ത് അവർ ആ പരിപാടി നിർത്തി വാസ്തവത്തിൽ കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ് ജനാധിപത്യത്തെ അംഗീകരിച്ച് കാലത്തിന് ചോദിച്ചൊരു പരിപാടിയായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ദൈക്ഷണിക പാരമ്പര്യമോ പശ്ചാത്തലമോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കുഴലൂത്തുകാരെ കൊണ്ട് ചെരുപ്പ് നക്കാനല്ലാതെ പിന്നെ പുതിയ മാർഗങ്ങൾ വെട്ടിത്തെളിയിക്കാൻ പറ്റില്ല. അതാണ് സ്ഥിതി. അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ആ നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ പ്രസ്ഥാനം നശിച്ചു പോകുന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രതിഭാശാലിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെയില്ല. ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണത്തേക്കാൾ ഏറെ കേരളത്തിന് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഭാവിയിലെ ചരിത്രകാരന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവൈകല്യങ്ങൾ കൊണ്ട് കേരളത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയും സാമൂഹ്യ തകർച്ചയും പരിശോധിച്ച് വിശദീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊരു നക്ഷത്രമായിട്ട് നിന്ന ആളായിരുന്നു കേളപ്പജി. അത് സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു.
പക്ഷേ കേളപ്പജിയെ അതിനുശേഷം വന്ന ചരിത്രം മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കേളപ്പജിയെക്കുറിച്ച് കേരളം ഇനിയും ഇരിക്കുകയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കാലത്തൊക്കെ ചരിത്രം എഴുതാൻ തുടങ്ങിയത്. അതുകൊണ്ട് കേളപ്പജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിൽ വന്ന സ്റ്റാലിനിസത്തെ അതിൻ്റെ ഓരോ അണുവിലും പ്രതിരോധിച്ചതെന്നുള്ളതിന് നമുക്ക് വ്യക്തമായ രേഖകളുണ്ട്. ഈ രേഖകളൊക്കെ മറച്ചു വെച്ച് വാസ്തവത്തിൽ കേരളത്തിൽ ഗാന്ധിയൻ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അതുല്യനായ നേതാവായിരുന്നു കേളപ്പജി. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇവിടുത്തെ സ്റ്റാലിനിസ്റ്റുകളെയാണ്. അതുകൊണ്ട് സ്റ്റാലിനിസ്റ്റുകളെ നേരിടാൻ വേണ്ടി അദ്ദേഹം ഗാന്ധിയൻ തത്വങ്ങൾക്ക് പല പുതിയ വ്യാഖ്യാനങ്ങളും കേരളത്തിൽ രചിക്കുകയുണ്ടായി. ആ വ്യാഖ്യാനങ്ങളൊക്കെ ഇപ്പോഴും കേരളം അറിയാനിരിക്കുകയാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ കേളപ്പജിയുടെ മഹത്വം കേരളം തിരിച്ചറിയുകയും ഈ സ്റ്റാലിനിസ്റ്റുകൾ എത്രമാത്രം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും തമസ്കരിക്കാനും ശ്രമിച്ചു എന്നും നമുക്ക് മനസ്സിലാവും. വാസ്തവത്തിൽ EMSനേക്കാൾ കൂടുതൽ ദീക്ഷണാശാലിയും ഒരു വ്യക്തമായ ഔട്ട്ലുക്കുള്ള ആളായിരുന്നു കേളപ്പജി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജമിത്തത്തിനെതിരായ സമരത്തെക്കുറിച്ച് കേളപ്പജി പറഞ്ഞു നോക്കുക. ആ സമയത്ത് കയ്യൂർ മുതലായ സമരങ്ങൾ ഇവരുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കരിവള്ളൂർ തുടങ്ങിയ സമരം ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഈ ലളയുടെ ഒന്നും ആവശ്യമില്ല. നീ ഇപ്പം അങ്ങനെയല്ലേ സാധിച്ചത്. അതുപോലെ തൊഴിലാളി ഭരണം വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ച് അത്തരമൊരു ഭരണം കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന് കേളപ്പജി പറഞ്ഞതാണ്. ഇപ്പോൾ തൊഴിലാളി ഭരണം അതൊരു സാധുവായ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. പ്രവർത്തിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. കേളപ്പജി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതികൾക്ക് പാരലായി മറിച്ചുള്ള ഒരു ജനാധിപത്യ വീക്ഷണമായിരുന്നു. ഈ ജനാധിപത്യ വീക്ഷണ അക്കാലത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച ധാരാളം എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവർ നടത്തിയിട്ടുള്ള എല്ലാ അക്രമങ്ങളെയും അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ അക്രമങ്ങൾ സാധൂകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാരും പാർട്ടി പ്രവർത്തകന്മാരും പാടി പുകഴ്ത്തി അത് ജനങ്ങളുടെ മനസ്സിൽ മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് പണ്ട് റഷ്യയിലുണ്ടാക്കിയിരുന്നു. റഷ്യയിലുണ്ടാക്കിയിട്ട് പിന്നെ എന്താ സ്ഥിതി? സ്റ്റാലിൻ വലിയ മഹാനേതാവാണെന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ്റെ റഷ്യൻ ഭരണകൂടം തകർന്നപ്പോൾ സ്റ്റാലിൻ്റെ പ്രതിമേൻ്റെ മുകളിൽ ചവിട്ടിക്കയറിയിരുന്നിട്ട് ആളുകൾ ഐസ്ക്രീം കഴിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത്. കാരണം അത് തീരെ അദ്ദേഹം ഇതിപ്പം ഉച്ചരിച്ച് കൊള്ളക്കാൻ പറ്റാത്തൊരു പേരായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ തൽക്കാലം നേടിയ വിജയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥ ചരിത്രം പുറത്തു വരും. അതിന് ചരിത്രകാരന്മാർ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ഞാൻ എൻ്റെ വിശ്വാസം. കാരണം ഞാനതിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേളപ്പജിയുടെ സംഭാവനകളെക്കുറിച്ചിട്ട് ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ പുറത്തു വരും.